എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചോദ്യം 1. എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1996 മുതൽ. ആരുടെ ചരമദിനമായാണ് വായനാ ദിനം ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 2004 ജൂൺ 19 മുതൽ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരൂർ തുഞ്ചപറമ്പ്, മലപ്പുറം. അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപൻ ആരായിരുന്നു? ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം PN പണിക്കർ. കേരളത്തിൻ്റെ മാതൃഭാഷ അല്ലെങ്കിൽ ഭരണഭാഷ ഏതാണ്? ഉത്തരം മലയാളം. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എഴുത്തച്ഛൻ. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? ഉത്തരം വാസന വികൃതി. വാസന വികൃതി എന്ന ചെറുകഥ രചിച്ചതാര്? ഉത്തരം വേങ്ങരയിൽ കുഞ്ഞിരാമൻ നായർ, 1891. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ഉറുദു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആര്? ഉത്തരം ഗാന്ധിജി. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകളാണിത്? ഉത്തരം PN പണിക്കർ. വീണപ്പൂവ് എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? ഉത്തരം കുന്തലത. ഇ റീഡിംഗ് എന്നതിൻ്റെ ഇ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം ഇലക്ട്രോണിക്.